ആരായിരിക്കും? ആവോ, ഈ കക്ഷികൾ വല്ലവരായിരിക്കും. ഈ കക്ഷികൾ എന്തിനാ വീട്ടിൽ വരുന്നത്? വീട് വേറെ, കക്ഷിയും കോടതിയും വെവ്വേറെ. ഈശ്വര, ഇതെവിടുന്ന് വരുന്നു? ഞങ്ങളൊരു അത്യാവശ്യ കാര്യമായിട്ട്. തമാശയല്ല എന്റെ ശക്തിയായിരുന്നാര്. ഒരു തമാശയില്ല. ഈ ഓമനക്കുട്ടന്റെ ഭാര്യ പ്രൊഫസറും പണിക്കരുടെ അളിയോ ഒരു പാർട്ടിയും കൂടി ഇന്നിവിടെ വന്നിരുന്നു. നിങ്ങളെ രണ്ടാളെയും കാണാനില്ലെന്നും പോലീസിൽ പരാതിപ്പെടണമെന്നും പറഞ്ഞ് ഇന്ന് ഒരു ദിവസം കൂടി കാക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. ഞാൻ രക്ഷിച്ചു. ഓ, രക്ഷിച്ചു. ദാമോദരമേനോന്റെ വീട്ടിൽ അന്വേഷിച്ചു ഇന്നലെ. അപ്പോഴേ പുറപ്പെട്ടാന്ന് പറഞ്ഞു. നാണം ഉണ്ടോടോ നിങ്ങൾക്ക്? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? വീട്ടിൽ കിടക്കുന്നവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ആരുടെ വയനാട് അടിയന്തരത്തിനാ പോയിരുന്നേ? താൻ കിടന്ന് ബഹളം വയ്ക്കാതെ ഞങ്ങളിന്ന് വീടുകളിലേക്ക് പോവുക. അതെ, ആ കാര്യം സെറ്റപ്പ് ആക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ. സെറ്റപ്പാക്കാൻ? എന്ത് സെറ്റപ്പാക്കാൻ? ചില പ്രശ്നങ്ങളുണ്ട് ശക്തിയായിരുന്നാര്. അതൊന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വന്നേ, നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. വാ വാ. ശ്രീവിദ്യോഷയെ വക്കീലിനെ വീടിന് മുമ്പിൽ കാണാൻ കൊള്ളുന്ന പെമ്പിളർക്ക് എന്താ കാര്യം? ഹായ്, വല്ല കേസിന്റെ കാര്യമാണെങ്കിൽ വേറെ വല്ല വക്കീലിനെ നോക്ക്. പെണ്ണുങ്ങളുടെ കേസ് ഈ വക്കീൽ എടുക്കില്ല. അയ്യോ, നൂൺ ഷോയുടെ മാറ്റിന്റെ സമയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകായിരുന്നു. നാളെ ഇവിടെ ഉണ്ടാകും. ചെപ്പക്കുറ്റിട്ട് തുറന്ന് വെച്ചിരുന്നു ഞാൻ. മൂക്കി പല്ലുകുരുത്ത വയസ്സാം കാലത്ത് നിങ്ങൾക്കിളകിയ പുളപ്പിന്റെ ഭാണ്ഡം മുഴുവൻ ഞാൻ ചുമക്കണം അല്ലേ? നോ, പറ്റില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയുമായിട്ട് ഒരു തരത്തിലുള്ള ഇടപാടിന് പോയിട്ടുള്ളതല്ല ഞാൻ. അറിയാമോ? ഗാണ്ടോ കിടന്ന നാണവും മാനവും കെട്ട പെമ്പിള്ളാരെയും വളച്ചോണ്ട് വന്നിട്ട് ഞാൻ കാവലിരിക്കണം അല്ലേ? എനിക്ക് പറ്റില്ല. പറ്റണം. പറ്റിയേ മതിയാവും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഇതൊക്കെ അല്ലടും. ഒരക്ഷരം എതിര് പറയരുത്. ഓമനക്കുട്ടാ, താൻ ഇന്ന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാവൂന്ന് പറഞ്ഞില്ലേ? നാളെ രാവിലെ ഞങ്ങളിവിടെ ഒന്ന് പിക്കപ്പ് ചെയ്തോളാം. അതുവരെ അവരിവിടെ നിന്നോട്ടെ. അതിന് ഒരു കുഴപ്പവും ഇല്ലെന്നേ. താൻ ആ വശത്തേക്ക് നോക്കോടി വേണ്ട. ഞങ്ങൾ അകത്തോട്ട് വരട്ടെ? സാറിന് സ്ത്രീകളെ ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് സാറിനെ ഇഷ്ടം. നിങ്ങൾ ഇന്നൊരു രാത്രി സേഫ് ആയിട്ട് ഇവിടെ കൂടുക. ഞങ്ങൾ വീട് വരെ പോയി നാളെ രാവിലെ ഇവിടെ വരാം. ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം ആളാ. ശരി, പറഞ്ഞ പോലെ നാളെ കാണാം. ശക്തി നല്ല സുഹൃത്താണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഓടി വാ പണിക്കേ. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താണ് വേഗം പോവാം. വേഗം വണ്ടി വിട്ടോ. കൊണ്ടാണ് സ്റ്റാർട്ടാകുന്നു. ചേടാ, സ്ത്രീകളെ ചതുർത്ഥി എന്ന് പറയുന്ന ബാരിസ്റ്ററുടെ വീട്ടില് സുന്ദരികളായ പെമ്പിള്ളാരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് പോകാനെന്ന് പറഞ്ഞാൽ ഇതൊരു കഥപനാണല്ലോ ദൈവമേ. ഒരു ശല്യമായല്ലോ. വലിയ പോലെ വയ്യാതെകൾ തലയ്ക്കെടുത്തു.
സാർ ഞങ്ങൾ സഹായിക്കണോ? വേണ്ട. ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും കയറി തലയിടണ്ട. മൊത്തമായിട്ടെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ എങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ആട്ടെ, ഞങ്ങളുടെ സഹായം വേണ്ട, സമ്മതിച്ചു. ഞങ്ങൾക്കിപ്പോ എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലോ? എന്ത് സഹായം? കൊച്ചുങ്ങളെ, ഈ മനുഷ്യനെ മക്കാറാക്കുന്ന ഒരുമാതിരി ഒരു ചിരിയുണ്ടല്ലോ, അതെനിക്ക് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞേക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞ് തൊലയ്ക്ക്. എനിക്കൊരു ചായ. എനിക്ക് കാപ്പി മതി. ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. ഈശ്വരനെ ഓർത്ത് ഈ അടുക്കളയിൽ കാലെടുത്ത് കുത്തണ്ട. അങ്ങ് മുന്നോട്ട് എങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം. ആണുങ്ങളായ ഇങ്ങനെ വേണം. ഒരാൾക്ക് ചായ, വേറൊരാൾക്ക് കാപ്പി, ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ ചാപ്പി വേണമെന്ന് പറയും. ചാപ്പി മാരണങ്ങള്. വല്ല വിധേനയും നേരം വെളുത്ത ദരിദ്രവാസികൾ വന്ന് ഇതുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടെങ്കിൽ മതിയായിരുന്നു. ചേട്ടാ, ചിരി ഇപ്പൊ കേട്ടാണല്ലോ. അല്ല, മുൻവെച്ച് സാറ് നോക്കി കണ്ടില്ല, അകത്തോണ്ടോ നോക്കുകയായിരുന്നു. താളുണ്ടോന്ന് നോക്കാൻ കണ്ടൊരു മാർഗം. ഇത് കണ്ടോ? കാളിംഗ് ബെല്ലെന്ന് പറയുന്ന സൂത്രമാ. അകത്താളുണ്ടോന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുക. മനസ്സിലായോ? സാറ് വലിയ മുൻകോപക്കാരനെന്ന് കേട്ടിട്ടുണ്ട്. ബെല്ലടിച്ചാ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അയ്യടോ മോനെ, നാവിന്ന് തേൻ ഇറ്റ് വീഴുന്നുണ്ടല്ലോ. ഇത്രയും മധുരം വേണ്ട. അതെ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ചുമ്മാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. വല്ലപ്പോഴും ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വരേണ്ടി വന്നാൽ ഒരു പരിചയം കിടക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതി. നിന്റെ കയ്യിലിരിപ്പിന് കേസിന്റെ കാര്യം രണ്ടര തരമാ. പരിചയപ്പെടാൻ വന്നിരിക്കുന്നു. നിന്റെ ഈ വിളച്ചിലുണ്ടല്ലോ, അത് ഈ ശക്തിരന്മാരുടെ അടുത്തെടുക്കരുത്. ഇനി മേലാൽ ഈ കാമ്പൗണ്ടിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോകരുത് പറഞ്ഞേക്കാം. അല്ല സാർ, ഞാൻ അതാണ് കേട്ട്. അടക്ക് പുറത്ത്. രണ്ടെണ്ണം വന്നിങ്ങോട്ട് കേറിയതേ ഉള്ളൂ. അപ്പോഴേക്കും മണപ്പിക്കാറ്റിയിരിക്കുന്നു. ആ കണ്ണട ഊരി അവിടെ വെക്ക. ഊരി വെക്കാൻ. ആ ഗൗൺ വെച്ചങ്ങോട്ട് തൂക്ക്. പുറത്തോട്ട് ഇറങ്ങ. ബോത്ത് ഓഫ് യു ഇറങ്ങാൻ. നടക്ക. ഒരു കാര്യം, ഈ വേഷം കെട്ടലുണ്ടല്ലോ, അതൊന്നും ഇവിടെ നടക്കുകയില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ മുന്നും പിന്നെ നോക്കുകയില്ല. പെണ്ണുങ്ങളാണെന്നൊരു വിചാരം ഉണ്ടാവുകയില്ല. രാത്രി എന്നോ പകർന്നോ നോക്കാതെ ചവിട്ടി പൊളിയിലാക്കും പറഞ്ഞേക്കാം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? ഇവിടുത്തെ കോടതി മുഴുവൻ ഈ വേൽ തുമ്പി നിർത്തുന്നവരാണ് ഞാൻ. അറിയാമോ? എന്നെ കുരങ്ങ് കളിപ്പിക്കാമെന്ന് കരുതരുത്. Don't test my patience. You will have to pay for it. Pay very, very high for it. Take it from me, idiot. പതുക്കെ പതുക്കെ. എന്റെ വീട്ടിൽ നിന്ന് പെമ്പിള്ളേർ ആരെങ്കിലും കരയുന്നു, പുറത്താരെങ്കിലും കേട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. പതുക്കെ പതുക്കെ. കരയാതെ കരയാതെ തന്നെ. ഒന്ന് നിർത്ത്. കരയാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് ഉപദേശിച്ചു, ഒന്ന് ശാസിച്ചു,
അത്രയല്ലേ ഉള്ളൂ. ഈശ്വരനെ ഓർത്ത് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി എന്റെ മാനം കളയരുത്. സോറി, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. 1000 മാപ്പ്. കരച്ചു നിർത്തി. ഞങ്ങളെ ആരും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഒരബദ്ധം പറ്റിയതല്ലേ കൊച്ചുങ്ങളെ, ക്ഷമിക്കും. ഇനി പറയോ? ഇനി ഇങ്ങനൊക്കെ പറയോ? ഇല്ല ഇല്ല ഇല്ല. പ്രോമിസ്? ഗോഡ് പ്രോമിസ്. സത്യം. മതിയോ? ഓ, ഭഗവാനെ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ആരാ പറഞ്ഞ വേണ്ടെന്ന്? കുളിച്ചോളൂ. ബാത്ത് ടവലില്ല. ഒരു ടവൽ തരുമോ? ടവൽ തരാം. ഇവിടുന്ന് മാറി നിൽക്കും. ഞാൻ പോട്ടെ. കുട്ടിയിടുമ്പോ എനിക്ക് വയ്യ. മാറി നിൽക്കേ.